Hi students, നമ്മൾ ഇന്ന് സെക്കൻഡ് മൊഡ്യൂളിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടു മൂന്ന് പ്രോബ്ലം ചെയ്തിരുന്നു. അതിന്റെ ബാക്കിയാണ് ചെയ്യാൻ പോകുന്നത്. The first problem, the acceleration due to gravity on the surface of the earth is 9.8 meter per second square. Find its value at a height 10 kilometer above the earth. അതായത് the acceleration due to gravity on the surface of the earth is 9.8 meter per second square. അതായത് എർത്തിന്റെ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ അറ്റ് എ ഹൈറ്റ് 10 കിലോമീറ്റർ എബവ് ദ എർത്ത്. അപ്പൊ ഇതാണ് നമ്മുടെ എർത്തിന്റെ സർഫസ് എന്നുണ്ടെങ്കിൽ ആ എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ എബവിലാണ് നമ്മുടെ ബോഡി നിൽക്കുന്നത്. 10 കിലോമീറ്റർ അകലെയാണ്, ഹൈറ്റിലാണ് നമ്മുടെ ബോഡി നിൽക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നമ്മോട് കാണാൻ പറ്റുള്ളത്. എർത്തിന്റെ സർഫസിലുള്ള ഗ്രാവിറ്റി നമുക്കറിയാം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് അറിയാം. ആ എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അകലെയാണ് നമ്മുടെ ബോഡി നിൽക്കുന്നത്. അപ്പൊ ആ ബോഡി നിൽക്കുന്ന ആ ഭാഗത്തുള്ള ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയായിരിക്കും? അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. ഇതിനുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് the acceleration due to gravity, the variation of acceleration due to gravity with altitude എന്ന് പറഞ്ഞ ടോപ്പിക് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മള് GH കാണാനുള്ള രണ്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഇക്വേഷൻ നമ്മള് സാധാ ഓൺ ദ സർഫസിലാവുന്ന കേസിലുള്ള G കാണാനുള്ള ഇക്വേഷനും, പിന്നെ മറ്റൊന്ന് ഈ H നമുക്ക് തരുന്ന ഈ H ഉണ്ടല്ലോ, ആ H ഇപ്പൊ 10 കിലോമീറ്റർ എബവ് ആണെന്ന് പറഞ്ഞു. ഈ 10 കിലോമീറ്റർ എബവ് ആണെന്നുള്ളത് നമ്മുടെ ഹൈറ്റ് ആണ്, സർഫസിൽ നിന്നുള്ള ഹൈറ്റ് ആണ്. അപ്പൊ ആ സർഫസിൽ നിന്നുള്ള ആ ഹൈറ്റ് നമ്മുടെ എർത്തിന്റെ റേഡിയസിനേക്കാളും കുറവാണെങ്കിൽ നമ്മള് മറ്റൊരു ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മുടെ എർത്തിന്റെ റേഡിയസ് 6. അതേപോലെ തന്നെ ഈ ബോഡി നിൽക്കുന്നത് എവിടെയാണ്? ഇവിടുന്ന് 10 കിലോമീറ്റർ എബവിലാണ് നമ്മുടെ ബോഡി നിൽക്കുന്നത്. നമ്മോട് കാണാൻ പറഞ്ഞത് ഈ സർഫസിലുള്ള ഗ്രാവിറ്റി ആണ് കാണാൻ പറ്റുള്ളത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് 10 കിലോമീറ്റർ ആണ്. ഈ ഹൈറ്റ് നമ്മുടെ ഈ എർത്തിന്റെ റേഡിയസിനേക്കാളും ചെറുതാണെങ്കിൽ അത്തരം കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്. സിൻസ് h ഈസ് വെരി വെരി ലെസ് ദാൻ r. നമുക്കറിയാം റേഡിയസ് എത്രയാണ്? r is equal to, ഇതാണ് നമ്മുടെ റേഡിയസിന്റെ വാല്യൂ അല്ലെ? ഇതാണോ ലാർജ്? H ആണോ R ആണോ ലാർജ്? R ആണ് അല്ലെ? Hനേക്കാൾ ലാർജ് ആണ് R. അപ്പൊ നമുക്ക് പറയാം സിൻസ് h ഈസ് വെരി വെരി ലെസ് ദാൻ R. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ GH is equal to G into 1 minus 2h by R. ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യാം. നമ്മൾ വേരിയേഷൻ ഓഫ് G വിത്ത് ആൾട്ടിറ്റ്യൂഡ് എന്നുള്ള ടോപ്പിക്കിൽ രണ്ട് ഇക്വേഷൻ പറഞ്ഞിരുന്നു. അതിൽ രണ്ടാമത്തെ ഇക്വേഷൻ ആണിത്. അത് ഏത് കേസിൽ മാത്രമാണ് ഉപയോഗിക്കുക? ഇവിടെ ശ്രദ്ധിക്കണം. ഇനി H ഇതിനേക്കാളും വലിയ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇവിടെ എന്താണ്? H R-നേക്കാളും ചെറുതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. H ഈസ് വെരി വെരി ലെസ് ദാൻ R. ഇതുപോലെ തന്നെ നമ്മളെ ടോപ്പിക് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു H ഈസ് വെരി ലെസ് ദാൻ R ആവുന്ന കേസിൽ എങ്ങനെയാണ് ഇക്വേഷൻ ഇങ്ങനെ വരിക എന്നുള്ളത്. അപ്പൊ ശ്രദ്ധിച്ച് നോക്കുക. ഇനി നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. നമുക്കറിയാം ജിന്റെ വാല്യൂ നമുക്കറിയാം. എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമ്മോട് കാണാൻ പറഞ്ഞ എന്താണ്? H നമുക്കറിയാം എത്രയാണ്? 10 കിലോമീറ്റർ ആണ്. It is equal to 10 കിലോമീറ്റർ. എന്ത് ചെയ്യാ? ജിന്റെ സ്ഥാനത്ത് 9.8. ഇവിടെ നോക്കുക, സാധാരണ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കിലോമീറ്ററിന് മീറ്ററിലേക്കൊക്കെ മാറ്റാറുണ്ട്. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ മാറ്റാം. ഇതിനെയും മാറ്റാം, ഇതിനെയും മാറ്റാം. ഇത് രണ്ടും കിലോമീറ്ററിലായതുകൊണ്ട് തന്നെ മാറ്റിക്കോളണം നിർബന്ധമില്ല. ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. ലാസ്റ്റ് ആൻസറിൽ മീറ്റർ വെച്ചിട്ടുള്ള ആൻസർ എഴുതിയാൽ മതി. ഓക്കെ, 9.8 into 1 minus 2 into H എത്രയാണ്? 10 by R-ന്റെ വാല്യൂ.
ഇതൊന്ന് ചെയ്ത് നോക്കുക. ലാസ്റ്റ് നമുക്കൊരു ആൻസർ കിട്ടും. അത്രയും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ ഇക്വേഷൻ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. GH=G×1 - 2h/r. നമ്മൾ ഓരോ വാല്യൂസ് നമ്മൾ കൊടുത്തു നോക്കുക. ലാസ്റ്റ് ഒന്ന് കാൽക്കുലേറ്ററിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ. അടുത്ത പ്രോബ്ലം നോക്കാം. Find out the acceleration due to gravity at a depth 120 km below the Earth's surface, given that its value at surface is 9.8 meter per second square and the radius of the Earth is 6400 km. അതായത് find out the acceleration due to gravity at a depth 120 km below the Earth's surface. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എർത്ത് സർഫസിന്റെ ഗ്രാവിറ്റി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബോഡി നിൽക്കുന്നത് എവിടെയാണ്? എർത്ത് സർഫസിൽ നിന്ന് 120 കിലോമീറ്റർ ഡെപ്തിലാണ് നമ്മുടെ ബോഡി നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ എർത്ത് സെന്റർ. ഇത് നമ്മുടെ റേഡിയസ് 6. ഇവിടെ കാണിച്ചിട്ടുള്ളത് 120 കിലോമീറ്റർ ഡെപ്തിലാണ് നമ്മുടെ ബോഡി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻഡ് ദ റേഡിയസ് ഓഫ് ദ എർത്ത് ഈസ് 6400 കിലോമീറ്റർ. റേഡിയസും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സർഫസിലുള്ള ഗ്രാവിറ്റി ആണ് നമ്മളോട് കാണാൻ പറ്റുന്നത്. ഡെപ്ത് ഡിയിലുള്ള ഗ്രാവിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തതാണ്. വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത്. അതായത് ഡെപ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഗ്രാവിറ്റിക്ക് എന്ത് ചേഞ്ച് ആണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. അത് വെച്ച് നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നു. അപ്പൊ ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഏതായിരുന്നു ആ ഇക്വേഷൻ? GD is equal to G into 1 minus D by R. GD is equal to G into 1 minus D by R. ഇതാണ് നമ്മുടെ ഡെപ്ത് ഡിയിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി എന്താ ചെയ്യേണ്ടത്? ഓരോ വാല്യൂസ് സൈഡിൽ എഴുതി വെക്കുക. ജി എത്രയാണ്? 9.8. പിന്നെ വേണ്ടത് ഡി. ഡി നമുക്കറിയാം 120 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ ആർ ഇസ് ഈക്വൽ ടു, ആറിന്റെ വാല്യൂ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇക്വേഷനിൽ കൊടുത്തു നോക്കുക. എങ്ങനെ വരും? 9.8 ഇൻറ്റു 1 മൈനസ് ഡിയുടെ സ്ഥാനത്ത് 120 ബൈ 6400. ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടും. അതാണ് നമുക്ക് കിട്ടുന്ന ഈ സർഫസിലുള്ള 120 കിലോമീറ്റർ ഡെപ്തിലുള്ള സർഫസിലുള്ള ഗ്രാവിറ്റി ആയിരിക്കും. 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. The acceleration due to gravity at a height h above the earth surface is 9.1 meter per second square. അതായത് ഇത് നമ്മുടെ എർത്ത് സർഫസ് ആണ്. ആ എർത്ത് സർഫസിൽ നിന്ന് ഒരു h ഹൈറ്റ് ഡിഫറൻസിലാണ് നമ്മുടെ ബോഡി നിൽക്കുന്നത്. അപ്പൊ ആ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ഈ പറഞ്ഞിട്ടുള്ളത് 9.1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളത്. ഫൈൻഡ് h if the surface value of g is 9.8 meter per second square and r is equal to 6400 kilometer. നമ്മോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? ഇവിടെ റേഡിയസ് പറഞ്ഞിട്ടുണ്ട്, ആറിന്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ജിന്റെ എർത്ത് സർഫസിലുള്ള ഗ്രാവിറ്റിയും പറഞ്ഞിട്ടുണ്ട്.
നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ നമ്മളോട് ഹൈറ്റ് തന്നിട്ട് ഈ സർഫസിലുള്ള ഗ്രാവിറ്റി ആണ് കാണാൻ പറഞ്ഞത്. ഇപ്പൊ എങ്ങനെയാണ്? ഗ്രാവിറ്റി തന്നു, അത് എച്ച് ഹൈറ്റ് ഡിഫറൻസിലുള്ള ഗ്രാവിറ്റി തന്നു, അത് ഉപയോഗിച്ചിട്ട് എച്ച് ഹൈറ്റ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ വേരിയേഷൻ ഓഫ് ജി വിത്ത് ആൾട്ടിറ്റ്യൂഡിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഫസ്റ്റ് ഇക്വേഷൻ തന്നെയാണ്. ജി എച്ച് is equal to ജി ബൈ 1 plus h by r whole square. അതായത് വേരിയേഷൻ ഓഫ് ജി വിത്ത് ആൾട്ടിറ്റ്യൂഡിൽ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ ഫസ്റ്റ് ഇക്വേഷൻ ആണിത്. സെക്കൻഡ് ഇക്വേഷൻ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയിരുന്നു. അപ്പൊ ജി എച്ച് ഈക്വൽ ടു ജി ബൈ 1 plus h by r whole square. അപ്പൊ ഇതിലുള്ള ഈ എച്ച് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോണത്, നമുക്ക് തന്ന വാല്യൂസ് ഒക്കെ നമ്മൾ ഈ ഇക്വേഷനിൽ ഒന്ന് കൊടുത്തു നോക്കുകയാണ്. നമുക്ക് തന്ന വാല്യൂ ഏതൊക്കെയാണ്? ജി എച്ച് നമുക്കറിയാം അല്ലെ. ജി എച്ച് ഈക്വൽ ടു 9.1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതുപോലെ തന്നെ ജിയും നമുക്കറിയാം 9.8 ആണ്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആൻഡ് ആർ is equal to 6400 കിലോമീറ്റർ. നമ്മോട് കാണാൻ പറഞ്ഞത് എച്ച് ആണ്. ഇനി നമുക്ക് ഈ വാല്യൂസ് ഒക്കെ ഇക്വേഷനിൽ ഒന്ന് കൊടുത്തു നോക്കാം. ജി എച്ചിന്റെ സ്ഥാനത്ത് 9.1 ഈക്വൽ ടു ജിയുടെ സ്ഥാനത്ത് 9.8 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എച്ച്. അതുപോലെ തന്നെ എച്ചിന്റെ വാല്യൂ നമുക്കറിയില്ല, ആറിന്റെ വാല്യൂ കൊടുത്തു നോക്കാം. ഹോൾ സ്ക്വയർ അല്ലെ. ഇതിന് നമുക്ക് എച്ചിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പൊ ഈ എച്ച് ഉള്ള ടൈമിനെ മാത്രം ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനൊക്കെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ ഈ എച്ച് ഉള്ളതിന് നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്ത് വരും? 1 plus h by 6400 whole square is equal to, ഇത് ഇങ്ങോട്ട് വന്നു. അപ്പൊ എന്താവും? ഈ 9.1 ഇങ്ങോട്ട് വരുമ്പോ ബൈ ആവും. 9.8 by 9.1. ഇനി നമ്മളിവിടെ ഈ സ്ക്വയറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ മൊത്തമായിട്ടൊന്ന് റൂട്ട് ചെയ്യാണ്. ടേക്ക് റൂട്ട്. അപ്പൊ എന്താവും വരിക? റൂട്ട് ചെയ്യുമ്പോ ഈ ഇക്വേഷനിലുള്ള സ്ക്വയർ പോകും. 1 plus h by 6400 is equal to root of 9.8 by 9.1. ഇങ്ങനെ ഒരു ആൻസർ ആണ് നമുക്ക് കിട്ടുക അല്ലെ. ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ സെലക്ട് ചെയ്തു, അതിനുശേഷം നമുക്ക് തന്ന ഡാറ്റാസ് ഒക്കെ ആ ഇക്വേഷനിൽ കൊടുത്തു. നമുക്ക് വേണ്ടത് എച്ച് ആണ്. അപ്പൊ എച്ചിനെ മാത്രം ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിനൊക്കെ മറ്റൊരു സൈഡിലേക്ക് കൊണ്ടുവന്നു. പിന്നെ സ്ക്വയർ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഇക്വേഷൻ മൊത്തമായിട്ടൊന്ന് റൂട്ട് എടുത്തു. റൂട്ട് എടുത്തപ്പോ ഈ ലെഫ്റ്റ് സൈഡിലുള്ള സ്ക്വയർ പോവുകയും ചെയ്തു, റൈറ്റ് സൈഡിൽ നമുക്കൊരു സ്ക്വയർ വന്നു. റൂട്ട് ഓഫ് 9.8 by 9.1 വന്നു. ഇനി നമുക്ക് എച്ചിനെ മാത്രം അവിടെ നിർത്താം. എന്താ വരിക? അത് എച്ച് ബൈ റൂട്ട് ഓഫ് 9.8 by 9.1. ഈ 1 ഇങ്ങോട്ട് വരുമ്പോ -1 അല്ലേ. ഇനി എന്താണ്? എച്ച് is equal to, ഇത് ഇങ്ങോട്ട് പോകുമ്പോ ഇൻറ്റു ആവും. ഇൻറ്റു root of 9.8 by 0.1 -1. ഇത് നിങ്ങളും ചെയ്ത് നോക്കുക എത്രയാണ് ആൻസർ വരിക എന്നുള്ളത്. ആദ്യം 9.8 by 9.1 കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിന്റെ റൂട്ട് എടുക്കുക, അതേ -1. അപ്പൊ ഇവിടെ ഒരൊറ്റ ആൻസർ മാത്രമായിട്ട് കിട്ടും. അതും ഈ വാല്യൂ കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു ആൻസർ കിട്ടും. അതായിരിക്കും നമുക്ക് കിട്ടുന്ന ഹൈറ്റ്. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ നമ്മള് എച്ചിനെ മാത്രം ഒരു സൈഡിൽ നിർത്തി ബാക്കിയുള്ള ടേംസിനൊക്കെ മറ്റൊരു സൈഡിലേക്ക് കൊണ്ടുവന്നു. കാരണം എച്ചാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ.
അടുത്ത പ്രോബ്ലം. Two iron spheres, each of radius 50 centimeter, are placed at a distance 2 meter between their centers. If the force of attraction between them is 2.923 × 10⁻⁴ Newton, determine the gravitational constant G. Density of iron is 8000 kg/m³. അതായത് two iron spheres, each of radius 50 centimeter, are placed at a distance 2 meter between their centers. അതായത് 50 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള രണ്ട് അയൺ സ്ഫിയേഴ്സ് ഉണ്ട്. ഇവിടെ ഒന്ന് കാണിച്ചു തരാം. 2 അയൺ സ്ഫിയേഴ്സ്, രണ്ടിന്റെ റേഡിയസ് എത്രയാണ്? 50 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് അയൺ സ്ഫിയറിന്റെ. പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ രണ്ട് അയൺ സ്ഫിയറിന്റെയും സെന്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2 മീറ്റർ ആണ്. സെന്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. If the force of attraction between them is 2.923 × 10⁻⁴ Newton. അതായത് രണ്ട് അയോൺസ്ഫിയറും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ F is equal to എത്രയാണ്? 2.923 × 10⁻⁴ ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമൈൻ ദ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് G. ഡെൻസിറ്റി ഓഫ് അയൺ ഈസ് 8000. ഡെൻസിറ്റി നമ്മൾ റോ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. റോ ഇസ് ഈക്വൽ ടു 8000 kg/m³. നമ്മോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ലെറ്റർ G ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ടു ബോഡി തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് അത് തമ്മിൽ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്തായിരുന്നു? നമ്മൾ ഫസ്റ്റ് പഠിച്ച ടോപ്പിക്കാണ്. F is equal to Gm1m2/d². നമുക്കറിയുന്ന ഇക്വേഷൻ ആണ്. ഇത് നമ്മോട് കാണാൻ പറഞ്ഞ എന്താണ്? G ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പൊ Gനെ ഒരു സൈഡ് നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്താവും വരിക? G is equal to ഈ d² ഇങ്ങോട്ട് വരുമ്പോ d² ഇങ്ങോട്ട് വരുമ്പോ d². അപ്പൊ d². m1 m2 ഇങ്ങോട്ട് വരുമ്പോ m1 m2. അല്ലെ? G is equal to fd²/m1 m2 എന്നാണ്. അപ്പൊ നമുക്ക് ഈ G കാണാനുള്ള ഇക്വേഷൻ കിട്ടി. ഇതിൽ നമുക്ക് F അറിയാം, D അറിയോ? D അറിയാം അല്ലെ? ഡിസ്റ്റൻസ് 2 മീറ്റർ. D is equal to 2 മീറ്റർ ആണെന്നറിയാം. പക്ഷെ m1ന്റെയും m2ന്റെയും വാല്യൂ നമുക്ക് അറിയില്ല. അപ്പൊ അത് ആദ്യം നമുക്ക് m1ന്റെയും m2ന്റെ വാല്യൂ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അപ്പൊ അതിനു വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു വി ഹാവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അല്ലെ? അതായത് റോ ഇസ് ഈക്വൽ ടു m/v ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? m1 m2, അതായത് മാസ് കാണാനുള്ള ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇതിന് മാസ് കാണാനുള്ള ഇക്വേഷൻ എഴുതിക്കൂടെ? m is equal to റോ ഇൻറ്റു v. നമുക്ക് m1 ഉം m2 ഉം വേണം അല്ലെ? പക്ഷെ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടും 2 അയൺ സ്ഫിയേഴ്സ് എന്നാ പറഞ്ഞിരുന്നത്. രണ്ടും അയൺ സ്ഫിയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രണ്ട് അയൺ സ്ഫിയറിന്റെയും ഡെൻസിറ്റി എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യില്ല, സെയിം ആയിരിക്കും. രണ്ടിന്റെയും ഡെൻസിറ്റി ഇത് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് m1 is equal to m2 is equal to റോ ഇൻറ്റു വി എഴുതിക്കൂടെ? ഇത് നമുക്ക് v കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? അയൺ സ്ഫിയർ ആണ്. സ്ഫിയറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 4/3πr³. അപ്പൊ നമുക്ക് അത് ഇക്വേഷന്റെ സ്ഥാനത്ത് കൊടുക്കാം. m1 is equal to m2 is equal to vന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? വോളിയം കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ സ്ഫിയർ ആയതുകൊണ്ട് 4/3πr³. ഈ റോ അതുപോലെ തന്നെ
m1 m2 is equal to 4/3 pi r cube. റോങ്. ഇനി എന്ത് ചെയ്യാം? ഇതിന്റെ വാല്യൂസ് ഒന്ന് കൊടുത്തു നോക്കാം. 4/3 പൈന്റെ വാല്യൂ 3.14. അതേപോലെ തന്നെ ഓരോന്നിന്റെയും റേഡിയസും പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 50 സെന്റിമീറ്റർ ആണെന്ന്. അപ്പൊ 50 സെന്റിമീറ്ററിന് r is equal to എത്രയാണ്? 50 സെന്റിമീറ്റർ. സെന്റിമീറ്ററിന് എന്ത് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. 0.5 മീറ്റർ ആവും വരിക. അപ്പൊ ആറിന്റെ സ്ഥാനത്ത് 0.5 ഇൻറ്റു ഡെൻസിറ്റി അറിയാം. അല്ലേ? ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് m1ന്റെയും m2ന്റെയും വാല്യൂ കിട്ടും. അത് ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് ആ വാല്യൂ വരിക. 4000 and 1086.7 കിലോഗ്രാം m1ന്റെ. ഇതും ചെയ്ത് നോക്കാം നിങ്ങൾ കാൽക്കുലേറ്ററിൽ. ചെയ്ത് നോക്കി ഏകദേശം ഈ റേഞ്ചിലുള്ള ഒരു ആൻസർ നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇത് ജി കാണാം. ജി കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? fd² m1 m2. ഇനി ഓരോ വാല്യൂസ് ഇവിടെ കൊടുത്തു നോക്കാം. എന്താ വരിക? എഫിന്റെ സ്ഥാനത്ത് നമുക്കറിയാം എത്രയാണ്? എഫ് എത്ര നമ്മൾ പറഞ്ഞത്? 2.923 into 10 raised to -4 -4 അല്ലേ? താഴത്ത് എഴുതാം. ഇവിടെ എഴുതാം 2.923 into 10 raised to -4. ഇതാണ് എഫിന്റെ വാല്യൂ. ഡി അറിയാം എത്രയാണ്? ഡി എത്ര? രണ്ട് തമ്മിൽ ഡിസ്റ്റൻസ് 2 മീറ്റർ ആയിരുന്നു അല്ലേ? 2² by m1 m2. m1ന്റെയും ഇത് തന്നെയാണ്, m2ന്റെ വാല്യൂ ഇത് തന്നെയാണ്. അപ്പൊ ഇതിനൊന്നും എന്ത് ചെയ്താൽ മതി? ഇത് ഇൻറ്റു ഇത്, അതായത് ഇതിന്റെ സ്ക്വയർ എടുത്താൽ മതി. ഈ വാല്യൂ തന്നെയാണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അതിനുശേഷം ഇവിടെ എഴുതിയാൽ മതി. ചെയ്ത് നോക്കിയിട്ട് അപ്പൊ m1ന്റെ വാല്യൂ ഈ ആൻസർ തന്നെ ആയിരിക്കും, m2ന്റെ വാല്യൂ ഇത് തന്നെ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക? ഇവിടെ m1 m2ന്റെ സ്ഥാനത്ത് ഇത് ഇൻറ്റു വീണ്ടും തന്നെ ചെയ്യണം. അതായത് ഇതിന്റെ സ്ക്വയർ എടുത്താൽ പോരെ, ഈ കിട്ടുന്ന ആൻസറിന്റെ സ്ക്വയർ എടുക്കുക. അപ്പൊ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് കിട്ടും. അപ്പൊ ആദ്യം നമ്മൾ ചെയ്തത്, നമ്മളോട് ജി ആണ് കാണാൻ പറഞ്ഞത്. അപ്പൊ ജി കാണാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചു. f is equal to g m1 m2 by d square എന്നുള്ള ഇക്വേഷൻ, ജി കാണാനുള്ള ഇക്വേഷൻ ഉണ്ടാക്കി. അതിൽ നമുക്ക് m1 m2 എന്നുള്ള രണ്ട് ടേം നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അത് കണ്ടുപിടിച്ചു. അതിനുശേഷം ആ കിട്ടിയ m1 m2 ഉപയോഗിച്ച് നമ്മൾ വീണ്ടും ജി കണ്ടുപിടിക്കണം. അടുത്ത പ്രോബ്ലം നോക്കാം. If the escape velocity of a body from the moon is 2.4 km/s, അതായത് മൂണിന്റെ എസ്കേപ്പ് വെലോസിറ്റി ആണ് 2.4 km/s എന്ന് കാണിച്ചിട്ടുള്ളത്. ഈ എസ്കേപ്പ് വെലോസിറ്റിയെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? v is equal to അല്ലെ, എസ്കേപ്പ് വെലോസിറ്റിയെ നമ്മൾ ve എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് റേഡിയസ് ഓഫ് ദ മൂൺ ഈസ് 1750 കിലോമീറ്റർ അല്ലെ. അപ്പൊ നമുക്കറിയാം, കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ. ഗ്രാവിറ്റി ആണ് നമ്മളോട് കാണാൻ പറ്റുള്ളത്. നമുക്കറിയാം എസ്കേപ്പ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? v is equal to √2gr. ആറിന്റെ വാല്യൂ r is equal to 1750 കിലോമീറ്റർ. v is equal to √2gr ആണ് നമ്മുടെ ഇക്വേഷൻ. നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താണ്? കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതിൽ ഏതാണ് ഗ്രാവിറ്റി? ജി ആണ് അല്ലെ. ജി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ജി കാണണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഇക്വേഷനിൽ ജിക്കുള്ള ഇക്വേഷൻ എഴുതുക. എങ്ങനെ എഴുതുക? ജീനെ ഒരു സൈഡിൽ നിർത്തുക, ബാക്കിയുള്ള ടൈംസിനൊക്കെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ജീനെ ഇവിടെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ റൂട്ട് ഒഴിവാക്കണം. റൂട്ട് ഒഴിവാക്കണമെങ്കിൽ ആ ഇക്വേഷൻ നമ്മളൊന്ന് സ്ക്വയർ ചെയ്യണം. നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ്. സ്ക്വയറിംഗ് ഇക്വേഷൻ നമ്പർ
1. എന്താവും വരിക? ഇവിടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാല് VE സ്ക്വയർ ഈക്വൽ ടു റൂട്ട് പോയി കഴിഞ്ഞാല് 2GR. ഇനി ജിക്കുള്ള ഇക്വേഷൻ ആയിരിക്കൂടെ? ജീനെ അവിടെ നിർത്തുക. ഈ ഇൻറ്റു 2R ഇങ്ങോട്ട് വരുമ്പോ ബൈ 2R ആവും. G ഈക്വൽ ടു VE സ്ക്വയർ ബൈ 2R. ഇനി ചെയ്തൂടെ? VE നമുക്കറിയാം 2.4 എന്റെ സ്ക്വയർ ഉണ്ട്, VE സ്ക്വയർ ഉണ്ട് ബൈ 2 ഇൻറ്റു ആറിന്റെ വാല്യൂ കൊടുത്തു വെക്കാം. നമുക്ക് ജിന്റെ വാല്യൂ കിട്ടും. അപ്പൊ ആദ്യം നമ്മള് എസ്കേപ്പ് വെലോസിറ്റി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എസ്കേപ്പ് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ എഴുതി അതിൽ ഏത് ടേമാണോ കണ്ടുപിടിക്കേണ്ടത് അതിനൊരു സൈഡിൽ നിർത്തി ബാക്കിയുള്ള ടേംസിനൊക്കെ ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ട് ഇത് നമ്മള് ജിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഒരു സിമ്പിൾ പ്രോബ്ലം ആണിത്, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പ്രോബ്ലം. Calculate the escape velocity of the earth given that G is equal to 6.67 Newton meter square kilogram raised to minus 2. Mass of the earth M is equal to 6.02 into 10 raised to 24 kilogram and R is equal to 6400 kilogram. എന്താ പറഞ്ഞിട്ടുള്ളത്? എസ്കേപ്പ് വെലോസിറ്റി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഈ തന്ന ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മളോട് എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതിന് വേണ്ടി നമുക്ക് ജി തന്നിട്ടുണ്ട്. ജി is equal to 6.67 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റൈസ് ടു മൈനസ് 2. പിന്നെ പറഞ്ഞിട്ടുള്ളത് മാസ് ഓഫ് ദ എർത്ത് എം is equal to 6.02 into 10 raised to 24 kilogram. R is equal to 6400 kilometer. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. നേരത്തെ തൊട്ട് മുമ്പുള്ള പ്രോബ്ലത്തിൽ നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി കാണുന്ന ഇക്വേഷൻ എഴുതിയിരുന്നു V is equal to root of 2GR. പക്ഷെ അതില് സ്മോൾ ലെറ്റർ ജിയും ക്യാപിറ്റൽ ലെറ്റർ ആറും ആണ് അല്ലെ. നമ്മോട് പറഞ്ഞ എന്താണ്? ഈ 3 ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മളോട് എസ്കേപ്പ് വെലോസിറ്റി കാണാൻ പറ്റുള്ളത്. നമ്മൾ എസ്കേപ്പ് വെലോസിറ്റിയുടെ ടോപ്പിക് എടുത്തപ്പോ 2 എസ്കേപ്പ് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ എഴുതിയിരുന്നു. ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ ജിയും എമ്മും വെച്ചിട്ടുള്ള ഇക്വേഷനും മറ്റൊന്ന് സ്മോൾ ലെറ്റർ ജി വെച്ചിട്ടുള്ള ഇക്വേഷനും. സ്മോൾ ലെറ്റർ ജി വെച്ചിട്ടുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് V is equal to root of 2GR എന്നുള്ളത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് V is equal to root of 2GM by R. രണ്ട് ഇക്വേഷൻ എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ V is equal to root of 2GR ഉം അതിൽ ജി എന്താണ്? സ്മോൾ ലെറ്റർ ജി ആണ്. ഇവിടെ ജിയും എമ്മും ക്യാപിറ്റൽ ലെറ്റർ ആണ്. അപ്പൊ ഒരു ഡാറ്റ തന്നിട്ട് നമുക്ക് അത് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ സ്ഥാനത്ത് സ്മോൾ ലെറ്റർ ജി എന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ക്യാപിറ്റൽ ലെറ്റർ ജിയും ക്യാപിറ്റൽ ലെറ്റർ എമ്മും ഉപയോഗിച്ചിട്ടാണ് കാണാൻ പറ്റുള്ളത്. അപ്പൊ അത് ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷൻ നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം വാല്യൂ കൊടുത്തു നോക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 ഇൻറ്റു ജിന്റെ വാല്യൂ 6.67 അല്ലെ ഇൻറ്റു എമ്മിന്റെ വാല്യൂ 10 raised to 24 ബൈ ആറിന്റെ വാല്യൂ. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോ ഈ ന്യൂമറേറ്ററിലെ ടേമിനെ ബ്രാക്കറ്റ് കൊടുത്തിട്ട് വേണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇൻറ്റു ചെയ്യുക ബൈ ഈ ആൻസർ ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിന്റെ റൂട്ട് എടുക്കുക കേട്ടോ. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടും. ഇത് നോക്കാം. അപ്പൊ നമ്മൾ ഒരു 6 പ്രോബ്ലം ചെയ്തു. ഇപ്പോ സെക്കൻഡ് മൊഡ്യൂളിലെ മാക്സിമം പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ സെക്കൻഡ് മൊഡ്യൂൾ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.